പെണ്ണുങ്ങളുടെ ഈ കുത്തൊഴുക്ക് കാരണം ടൗണുകൾ പർച്ചേസിന്റെ ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് നോമ്പുകാരിയായിട്ട് മാറുമറക്കാതെ തലമറക്കാതെ പരിഷ്കാരിയായിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ടെക്സ്റ്റൈൽസിലുള്ള സെയിൽസ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചിട്ട് അവര് പറയാ, എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, നോമ്പ് തുറയുടെ സമയം പെണ്ണ് വന്ന് നിറഞ്ഞിട്ട് ഒരു കാരക്ക തന്നിട്ടൊന്ന് നോമ്പ് തുറന്നോട്ടെ എന്ന് പറയുമ്പോ ഈ പെണ്ണുങ്ങൾ പറയാ, നോമ്പ് തുറക്കൽ പിന്നാക്ക, നീ ഡ്രസ്സ് വലിച്ചിട്, ഡ്രസ്സ് എടുക്കുക, നോമ്പ് തുറ പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. ഈ നിലക്ക് അതപ്പതിച്ച് പെണ്ണുങ്ങൾ നാണമില്ലാതെ ലജ്ജയില്ലാത്ത അവസ്ഥയിൽ കറങ്ങി നടക്കാൻ അനുമതി കൊടുക്കുന്ന മുസ്ലിം പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, ബാപ്പമാരെ, ആങ്ങളമാരെ, നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നിലക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ പർച്ചേസിന്റെ ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ മുസ്ലിം പെണ്ണുങ്ങളെ നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ നിങ്ങൾ റമദാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്, ഏറ്റവും വലിയ അക്രമമാണ്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ ഇരിക്കുന്നു, ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. റമദാൻ ഒരാൾക്ക് സമാഗതമായിട്ട് ആ റമദാന്റെ പവിത്രത മഹത്വം കൽപ്പിക്കാതെ, അതിന്റെ ആദരവ് നിലനിർത്താതെ ആ റമദാൻ ഒരാൾക്ക് കഴിഞ്ഞു കിടന്നാൽ അവനിക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കട്ടെ എന്ന് ദ്വാരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആമീൻ പറഞ്ഞു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ദുആയേക്കാൾ ഇജാബത്തുള്ള ഒരു ദുആ ഇന്ന് ലോകത്തുണ്ടോ? അള്ളാന്റെ ഹബീബും മലക്കുൽ അമീനും തമ്മിൽ ദ്വാരന്നിട്ട് ശാപമേൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഒരു മുസ്ലിം പുരുഷനോ പെണ്ണോ പെട്ടാൽ എനിക്ക് സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, ടെൻഷൻ നീങ്ങണം എന്ന് പറഞ്ഞാൽ എവിടെന്ന് സമാധാനം കിട്ടും? എവിടെന്ന് ടെൻഷൻ നീങ്ങും? എവിടെന്ന് സന്തോഷ ജീവിതം കിട്ടും? അതുകൊണ്ട് ഉമ്മമാരറിയണം, ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ദിനരാത്രികളാണ് ഇനി കടന്നു വരുന്നത്. ഇതുവരെ മുസ്ലിം ചെറുപ്പക്കാര്, കാരണവന്മാർ റമദാനിൽ ഇഅ്തികാഫിലായിട്ട് പള്ളികളിലുണ്ടായിരുന്നു. തറാവീഹ് നിസ്കാരത്തിന് പള്ളികളുടെ സഫുകൾ മുഴുവനും നിറഞ്ഞിരുന്നു. ഖുർആനോത്തിന് വേണ്ടി റെഡിയായിരുന്നു. ദുആ നിസ്കാരം നിർവഹിച്ചവരുണ്ടായിരുന്നു. റവാത്തിബ് സുന്നത്തുകൾ മുടക്കാതെ നിർവഹിക്കുന്നവരുണ്ട്. തഹജ്ജുദ് നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ ശ്രദ്ധിച്ചവരുണ്ട്. പക്ഷേ റമദാനിൽ അവസാന പോരിശയുള്ള സമയം വരുമ്പോ തറാവീഹിനില്ല, ക്ഷീണമാണ്. ഖുർആൻ ഓതാനില്ല, ഇഅ്തികാഫിന് സമയമല്ല, പെണ്ണുങ്ങൾക്കും തിരക്കാണ്. ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീൻ, ഈ ഉമ്മത്തിന് പരിശുദ്ധ ഇസ്ലാം, ഈ ഉമ്മത്തിന് തഖ്വക്ക് വേണ്ടി നിയമിതമായി എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ പരിശുദ്ധ നോമ്പുകാരായിട്ട് നോമ്പിനെ അവഹേളിക്കുന്ന പ്രവർത്തനം പെരുന്നാളിന്റെ പേര് പറഞ്ഞ് നടുറോട്ടുകളിലും ടൗണുകളിലും നിങ്ങൾ കറങ്ങി നടന്നാൽ ഉമ്മമാരെ നിങ്ങൾക്കത് നാശമായിരിക്കും. ഇവിടെയുള്ള പ്രൗഢിയും ഈ പ്രതാപവും ഇവിടെയുള്ള ഈ ഭംഗി പ്രകടിപ്പിക്കലും എല്ലാം നഷ്ടമായി പോകും. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുക. ഈ സദസ്സിലുള്ള നാം ഒരുപാട് തെറ്റ് സംഭവിച്ചവരാണ്. വ്യഭിചാരത്തിലായിട്ട് നോമ്പ് നോക്കുന്ന ആളുകൾ, അല്ലാഹുവിന് അങ്ങനത്തെ നോമ്പ് വേണ്ട. ഞാൻ പറയുന്നു, അഅ്മാലു മഖ്ബൂലാകാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം ഷർത്ത് എന്താണ്? ഈമാൻ അനിവാര്യമാണ്. ഈമാൻ ഇല്ലാത്തവനിൽ നിന്ന്